നെല്ലിക്കമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് തിയേറ്ററിൽ പോയി കണ്ടു. മാത്യു തോമസ്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, ശരത് സഭ, റോഷൻ ഷാനവാസ് തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ്. നൗഫൽ അബ്ദുള്ളയാണ് ഇതിന്റെ സംവിധാനം. അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. ഈ സിനിമ അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭമാണെങ്കിലും മുൻപ് ഒരുപാട് വിജയമായി മാറിയിട്ടുള്ള ഒത്തിരി സിനിമകളുടെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. ജ്യോതിഷ് എം, സുനു എ.വി തുടങ്ങിയവരാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ജാക്സൺ ഗാരി പെരേരയും നേഹ എസ് നായരുമാണ് ഇതിന്റെ സംഗീതം ഒരുക്കിയിട്ടുള്ളത്. അഭിലാഷ് ശങ്കറാണ് DOP. സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ, നെല്ലിക്കമ്പോയിൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമുണ്ട്, അതിർത്തി പ്രദേശമാണ് കേരള തമിഴ്നാട്. അപ്പോൾ അങ്ങനെ ഒരു മിക്സ്ഡ് കൾച്ചറാണ് അവിടെ ഉള്ളത്. കൂളി എന്ന് പറയുന്ന ഒരു വിശ്വാസം അവർക്കുണ്ട്. കൂളിയുടെ വരത്തുപോക്ക് ഉണ്ടാവുന്നു എന്ന് പറയുന്ന ഈ കാവുകളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഈ ദൈവങ്ങളുടെ വരത്തുപോക്ക് ഉണ്ടാവും, ആ സമയത്ത് നമ്മൾ ആ വഴിയിൽ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ വിശ്വാസങ്ങളുടെ ഒരു ഭാഗമാണത്. അങ്ങനെ ഒരുപാട് പഴയ വിശ്വാസങ്ങൾ പേർന്ന ആ ഗ്രാമത്തിൽ മംഗലാപുരത്ത് പോയി പഠിക്കുന്ന ആളാണ് നമ്മുടെ നായകൻ മാത്യു തോമസ് ശ്യാം. അയാൾക്ക് നാട്ടിൽ 2 കൂട്ടുകാരുണ്ട്, ഒരു അമ്മയുണ്ട്, ഒരു കാമുകിയുണ്ട്. ആ നാട്ടിൽ അപ്രതീക്ഷിതമായി ഇതിപ്പോൾ കൂളിയാണോ മാടനാണോ ചാത്തനാണോ മറുതയാണോ എന്നറിയാത്ത ഒരാളുടെ ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഗുഡ് വാച്ച്. ആ തിയേറ്റർ എക്സ്പീരിയൻസ് പരിഗണിക്കുമ്പോൾ മോശമല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ എന്ന സിനിമയാണ്. 1-2 കനത്ത വിയോജിപ്പുകളുണ്ട്, പക്ഷെ അതിനപ്പുറം അവരിട്ടിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. ദാറ്റ് വാസ് ഗുഡ്. അപ്പോൾ അതുപോലെ പോസിറ്റീവ്സ് നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിലെ പ്രകടനങ്ങൾ എന്ന് ഞാൻ പറയും. പക്ഷേ ഏറ്റവും ഗംഭീര പ്രകടനങ്ങൾ പുറത്തെടുത്തു എന്ന് ഞാൻ ആരെക്കുറിച്ചും അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ശരത് സഭ അടക്കമുള്ള നമ്മൾ കണ്ടിട്ടുള്ള താരങ്ങളൊക്കെയും അവർക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ള വേഷങ്ങളൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ, അത് മാത്യു തോമസും മീനാക്ഷി ഉണ്ണികൃഷ്ണനും, അവരുടെ 2 പേരുടെയും പെർഫോമൻസിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എവിടെയോ ഒരു കൺവിൻസിങ് ഫാക്ടറിൻ്റെ മിസ്സിംഗ് ഉണ്ടെന്ന് ഫീൽ ചെയ്തു. പക്ഷേ അവർ നന്നായി ചെയ്തിട്ടുണ്ട്. എന്നാലും എവിടെയോ ഒരു കുറച്ചും കൂടി ഉണ്ടാവുമായിരുന്നില്ലേ ആ ഒരു ഇമോഷണൽ കണക്ഷനും ഒരു ഡെപ്തും എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് അവർ പെർഫോം ചെയ്തിരിക്കുന്ന മാത്രമല്ല, ആ ക്യാരക്ടേഴ്സിനെ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നതിലും കൂടിയാണ്. അവരുടെ പ്രണയം ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ അതിനൊരു ജീവൻ കിട്ടുന്നില്ലായിരുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, ഒരു വലിയ നെഗറ്റീവ് അല്ലാത്തതുകൊണ്ടാണ് നെഗറ്റീവായി പറയാത്തത്, പക്ഷേ ഒരു ഗ്രാമത്തിൽ തന്നെ താമസിക്കുന്നവരാണ്. പക്ഷേ അവരിൽ ചിലർ കാസർഗോഡ് ഭാഷ സംസാരിക്കുന്നു, ചിലർ കോഴിക്കോട് നിൽക്കുന്നു, വേറെ കുറച്ച് ആളുകൾ വേറെ നാട്ടിൽ നിൽക്കുന്നു. അങ്ങനെ ഈ സംസാരിക്കുമ്പോഴുള്ള ആ ഭാഷാ ശൈലി ഉണ്ടല്ലോ, അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ പല ആളുകൾക്കും ഫീൽ ചെയ്തു. പിന്നെ ഇതിൽ മാത്യു അടക്കമുള്ള ആളുകളുടെ ഈ ഒരു ആക്ഷൻ പരിപാടികളൊക്കെ ഉണ്ട്, കുറച്ചേ ഉള്ളൂ, പക്ഷേ അത് നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടി കൺവിൻസിങ് ആവുന്ന രീതിയിൽ മാത്യു ആക്ഷൻ നന്നായി ചെയ്യുന്നു എന്ന് തോന്നി. പിന്നെ ഇതിനകത്തൊരു കുതിരക്കാലനുണ്ട്. അതിനിപ്പോൾ എങ്ങനെ വിശേഷിപ്പിക്കാമെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പെർഫോമൻസ് ആ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ മോശമായിപ്പോയി, കൊള്ളൂല എന്ന് പറയുന്ന അങ്ങനത്തെ ഒന്നും തന്നെയില്ല. വളരെ നല്ല രീതിക്ക് തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി എന്തൊക്കെയോ എവിടെയൊക്കെയോ വേണമായിരുന്നില്ല എന്ന് പറയുന്നൊരു തോന്നലുണ്ട്. സെക്കൻഡ് പോസിറ്റീവ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും ഒക്കെയാണ്. എല്ലാം നന്നായിരുന്നു എന്നാണ് എനിക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ ഇയാൾ പേടിക്കുന്ന സമയത്ത് അവർ കൊടുക്കുന്നൊരു മ്യൂസിക് സാധനങ്ങളുണ്ട്. സംഭവം നല്ല രസമാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഓർത്തെടുക്കാൻ രസമുള്ള കുറച്ച് എലമെൻറ്റുകൾ ഉണ്ടായിരുന്നു. പാട്ടുകൾ എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതൊന്ന് കേട്ട് നോക്കണമല്ലോ എന്ന് പറയുന്ന ഒരു ഫീലിലേക്ക് ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് ഉണ്ടായില്ല. പിന്നെ ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോൾ ഇവർ ഈ റാപ്പ് കയറ്റുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഇപ്പോൾ ഉദ്വേഗം നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സീൻ കുറച്ച് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് പോകുന്ന അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ആണെങ്കിൽ നേരെ റാപ്പാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. പക്ഷേ അതെവിടെയോ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. അതായത് റാപ്പ് വന്നാൽ അപ്പോൾ ഇവനിങ്ങനെ നായകൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നു, ചട്ടപ്പെട്ട പരിപാടി, ഇത് റിപ്പീറ്റായിട്ട് വരുന്നു. ഒരു ഇടയ്ക്ക് നമ്മൾ കേൾക്കുമ്പോൾ ഒക്കെ ഫൈനാണ്. പക്ഷേ എല്ലാ സിനിമകളിലും ഒരു പെർട്ടിക്കുലർ സീൻ വരുമ്പോൾ ഈ പെർട്ടിക്കുലർ സംഭവം വരുന്നു എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ മാറ്റി പിടിക്കാം എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ടോട്ടൽ സൗണ്ടിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് കുതിരക്കാലൻ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് അവർ സൗണ്ടിന് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇസ് ഹ്യൂജ്. ഇപ്പോൾ വിഷ്വൽ സൈഡിലേക്ക് വരുമ്പോൾ അതിൽ കുറേ VFX പരിപാടികൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ആ സൗണ്ട് കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതും അഭിനന്ദിക്കേണ്ടതാണ്. സോ അടുത്ത പോസിറ്റീവ് ഇതിൻ്റെ വിഷ്വലാണ്. VFX പരിപാടികളെന്ന് വെച്ചാൽ ഈ ജമ്പിങ് സീക്വൻസുകളുണ്ട്, ഫൈറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. ഇതിലൊക്കെയും മുമ്പ് പലപ്പോഴും നമ്മൾ അത്തരം സീനുകൾ കാണുമ്പോൾ നമുക്കിത് VFX ചെയ്താണെന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലില്ലേ. പക്ഷേ ഇവിടെ നമുക്കത് വിശ്വസിക്കാൻ തോന്നുന്ന രീതിയിൽ ആണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് VFX അല്ല, ശരിക്കും അവർ റോപ്പൊക്കെ വെച്ച് കൃത്യമായിട്ടുള്ള സ്റ്റൺ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തെടുത്തതാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ തോന്നും. പിന്നെ ഇതിലെ മേക്കപ്പ്, കോസ്റ്റ്യൂംസ്, പ്രത്യേകിച്ച് കുതിരക്കാലം ഗെറ്റപ്പ്, ഇതെല്ലാം വളരെ കൺവിൻസിങ് ആയിരുന്നു. ഈവൻ ആ ഗ്രാമം പോലും നമ്മളത് വിഷ്വലി കാണുന്ന സമയത്തെ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത് പോലെയുണ്ട്. പക്ഷേ അതിലെനിക്കൊരു ചെറിയ കാര്യം നെഗറ്റീവായിട്ടുണ്ട്. അത് നമുക്ക് നെഗറ്റീവ്സിൽ പറയാം. വിഷ്വൽ സൈഡ് വളരെ ഗംഭീരമായിരുന്നു. ഇനി പറയേണ്ടത് ഇതിൻ്റെ കഥ പറച്ചിൽ രീതിയാണ്. ഇതിൽ ഈ പറയുന്ന മിസ്റ്റീരിയസ് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ
നമ്മുടെ ഒരു യുക്തിചിന്തയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് ഒരു കയ്യൊതുക്കത്തോടുകൂടി അത് അവതരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കംപ്ലീറ്റ്ലി അന്ധവിശ്വാസങ്ങളിലേക്ക് പോയിട്ടില്ല, പക്ഷേ വിശ്വാസങ്ങൾ അവിടെയുണ്ട്, അതിനെ മുതലെടുക്കുന്ന ആളുകളുണ്ട്, അതെങ്ങനെ ഒരു വലിയ ഭയമായി മാറുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട്. പ്രണയത്തിലേക്ക് വരുമ്പോൾ ഈ പ്രണയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വളരെയധികം വിയോജിപ്പുള്ളൊരു കാര്യമുള്ളപ്പോൾ പോലും ഇതിലെ കാമുകിയുടെ ചില സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോഴേക്കും ആ വിയോജിപ്പുകളിൽ പലതും ബാലൻസ് ആവുന്നുണ്ട്. പിന്നെ ഇവർ ഭയം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയെ ഡീൽ ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമുക്ക് പേടിയുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. ഭയം എപ്പോഴും നമ്മുടെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഭയം പെരുകി വരികയാണ് ചെയ്യുക. പക്ഷേ അതിനെ നമ്മൾ ഒരിക്കൽ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭയം തന്നെ ഇല്ലാതായി പോയേക്കാം എന്ന് പറയുന്ന രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാര്യമുണ്ട്. പക്ഷേ അത് എത്ര പേർക്ക് മനസ്സിലാവുമെന്നറിയില്ല. ചിലർക്ക് അതൊരു കോമഡി സീനായി തോന്നിയേക്കാം. എനിക്കത് ഒരു ഗംഭീര പരിപാടിയായിട്ടാണ് തോന്നിയത്. അതുപോലെ ഇവർ ഈ മാനസികാവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമയിൽ ഒരു കാലഘട്ടം ഇവർ കാണിക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. സിനിമയിൽ അവർ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ, അവരുടെ ഫ്രീ ടൈം അവരെങ്ങനെ ഉപയോഗിക്കുന്നു, പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ ഇന്നത്തെ കാലത്ത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്തേനെ എന്ന് പറയുന്ന കാര്യങ്ങളെ പരിഗണിക്കുമ്പോൾ സിനിമ കുറച്ച് പഴയ കാലഘട്ടത്തിനാണ് അവതരിപ്പിക്കുന്നതെന്ന് തോന്നും. പക്ഷേ ആ പഴയ കാലഘട്ടത്തിൽ ഈ ടേംസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നോ? അതാണ് എനിക്ക് നെഗറ്റീവ് സൈഡിൽ പറയാനുള്ളൊരു കാര്യം. മുമ്പ് ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇതിൻ്റെ കഥ പറച്ചിൽ രീതി, ആ കഥ പറച്ചിൽ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള എലമെൻറ്റുകൾ, അതിൻ്റെയൊക്കെ അടുക്കി ഒതുക്കി പെറുക്കി വെക്കലുകൾ ഒക്കെയും വളരെ നന്നായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇനി നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് കാലഘട്ടം തന്നെയാണ്. അവരിപ്പോൾ മൊബൈൽ ഫോൺ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ, ഇനി മിസ്സായി പോയതാണെന്ന് അറിയില്ല. ഈ ഒരു പ്രശ്നത്തിൽ, അതായത് ഈ സിനിമയിൽ നമ്മൾ കാണുന്ന പ്രശ്നത്തിൽ ഒരു മൊബൈൽ ഫോണോ CCTV ക്യാമറയോ ഒക്കെ ഉണ്ടെങ്കിൽ സൊല്യൂഷൻ ആയിരുന്നു. പക്ഷേ അങ്ങനെ ആവാത്ത രീതിയിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിന് ചേരാത്ത കുറച്ച് പദപ്രയോഗങ്ങൾ, ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ വളരെ വ്യാപകമായിരിക്കുന്ന പല സ്റ്റേറ്റ്മെൻറ്റ്സും ഈ സിനിമയിൽ പറയുന്നുണ്ട്. അത് ആ കാലഘട്ടത്തിൽ എങ്ങനെ വരും? അപ്പോൾ ഇത് പുതിയ കാലഘട്ടമാണ്, പുതിയ കാലഘട്ടമാണെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറയുന്ന പോലത്തെ ഒരു ചോദ്യമാണ് സിനിമയിൽ പലയിടങ്ങളിലും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യം, സിനിമയിൽ ഇവർ നായികയുടെ പെയിൻ അതിനെ ഡീൽ ചെയ്തിരിക്കുന്ന രീതി. ഈ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തൊക്കെ വന്നതിന് ശേഷം ഈ ഒരു ഉത്തരവാദിത്ത ബോധമില്ലാത്ത പയ്യന്മാരെയൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്, വാളി പയ്യന്മാരെന്നൊക്കെ എന്ന് പറയുന്ന പോലത്തെ ഒരു പയ്യനാണ് അവന് ഒരു കാര്യത്തെക്കുറിച്ചും സീരിയസ് ആയിട്ടുള്ള ഒരു ചിന്തയും ഇല്ല. അവനുള്ള പ്രണയം പോലും ഒറിജിനലാണോ എന്ന് അവന് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിൽ ഒരു ഓളത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. അവൻ ഈ കാമുകിക്കുണ്ടാവുന്ന പെയിനെ നോക്കിക്കാണുന്ന ഒരു രീതിയില്ലേ, ആ രീതി വളരെ ഇമ്മച്വറാണ്, വളരെ മോശമാണ്. അതേ രീതിയിൽ എൻ്റയർ സിനിമ നായികയെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നി. നായകൻ അങ്ങനെ ഹാൻഡിൽ ചെയ്തോട്ടെ, അത് അവൻ്റെ കുഴപ്പമാണല്ലോ. പക്ഷേ ഇതിൻ്റെ മേക്കേഴ്സ് ആ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനാവശ്യമായ ഒരു പെയിനോ ഇമോഷനോ ഒന്നും ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി. അതെനിക്ക് ഭയങ്കര ഒരു നീതികേടായിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയം വരെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അവളടക്കം ഇതിൽ കുറച്ച് സ്ത്രീകളുടെ റിയാക്ഷൻസ് ഉണ്ട്, അതിനിവിടെ ഒരു വിലയും കൊടുത്തില്ലേ, അല്ലെങ്കിൽ ആ ഇമോഷൻസിന് ഒരു വിലയും കൊടുത്തില്ലേ, ആ പെയിനൊരു പ്രാധാന്യവുമില്ലേ എന്ന് തോന്നിപ്പോയി. പിന്നെ ഇതിൻ്റെ പാസ്റ്റ് കഥ, അതായത് ഇങ്ങനെയൊക്കെയുള്ള ഈ മിസ്റ്ററി തുറന്നു വരുന്ന അങ്ങനത്തെ കഥകൾ ഉണ്ടാകുമ്പോൾ ആ കഥകളിലൊരു പാസ്റ്റ് ഉണ്ടാവുമല്ലോ. ഈവൻ നമ്മൾ മിന്നൽ മുരളി എടുത്ത് നോക്കിയാലും, പിന്നെ ലാസ്റ്റ് ധ്യാൻ ശ്രീനിവാസൻ്റെ വന്നിട്ടുള്ളൊരു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, അപ്പം അതുപോലെയുള്ള സിനിമകളിലൊക്കെയും ഈ പാസ്റ്റ് കഥ വരുമ്പോൾ നമ്മൾ ആവർത്തിച്ച് കണ്ടിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടേഴ്സ് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ആ പോർഷനിൽ ഭയങ്കര ആവർത്തനം എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ എത്രയോ തവണ മുമ്പ് ചോദ്യം ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങൾ വീണ്ടും ഇവിടെ വരുന്നു. അത് എന്താണെന്ന് പറയാമെന്ന് വെച്ചാൽ സ്പോയിലർ പറയുന്ന പോലെയാകും, അതുകൊണ്ട് നമ്മളത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ കുറച്ച് വിയോജിപ്പുകൾ ഒക്കെ ഉള്ളപ്പോഴും ആസ് എ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ കാണുന്ന ഒരു സമയത്ത് അത്യാവശ്യം ചിരിക്കാനുള്ള എലമെൻറ്റുകളുണ്ട്. എൻ്റെ പുറകിൽ കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു, അവരൊക്കെ അത്യാവശ്യം ചിരിക്കുന്നുണ്ട്. എനിക്ക് അത്ര ചിരി വന്നിട്ടില്ല, എന്നാലും ചിരിക്കാനുള്ള എലമെൻറ്റുകളുണ്ട്. അവർ ആ ചെയ്തു വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ട്, ആ സ്റ്റോറി ടെല്ലിംഗ് പരിപാടികൾ ഒക്കെയും എനിക്ക് നന്നായിട്ട് തന്നെ തോന്നി. തീർച്ചയായും ഒരു വട്ടം കണ്ടിരിക്കാവുന്ന ഈ പറയുന്ന വിശ്വാസങ്ങളെയും കുറച്ച് റിയാലിറ്റിയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പിണച്ചവരുണ്ടാക്കിയിട്ടുള്ളൊരു കഥയാണ്. പക്ഷേ ഞാൻ ഈ പറയുന്ന മുഴുവൻ എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടേണ്ടതാണ് ഓരോ സിനിമയും. അങ്ങനെ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.